ഉസ്താദെ, കണ്ണേറ് സത്യമാണോ? കണ്ണേറ് എനിക്ക് പിടിപെട്ടിട്ടുണ്ട്, എങ്ങനെയാ അതൊന്നും അറിയാൻ പറ്റുക? ഇങ്ങനെ അടങ്ങുന്ന ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴുള്ള സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും ഉള്ളതാണ്. ഉസ്താദെ, ഒരുപാട് നല്ല ബിസിനസ് നടത്തിയിരുന്നതായിരുന്നു ഉസ്താദെ, പെട്ടെന്നത് പൊട്ടിയില്ലാതായി പോയി. അതിൻ്റെ കാരണം എന്താ ഉസ്താദെ? കണ്ണേറാണോ? നല്ല ജീവിതം നയിച്ചു കൊണ്ടിരുന്നവരാണ്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എല്ലാവരുടെയും മുന്നിൽ സന്തോഷത്തോടുകൂടി മറ്റുള്ളവർക്ക് അസൂയ തോന്നും വിധം ജീവിച്ചവരാണ് ഉസ്താദെ ഞങ്ങൾ. ഇപ്പോൾ രണ്ട് ദിക്കിലാണ്, രണ്ട് ജീവിതം നയിക്കാൻ. അതിൻ്റെ കാരണം കണ്ണേറാണോ ഉസ്താദെ? ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കണ്ണേറ് ബാധിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഈ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ ഉതകുന്ന 4 വഴികളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു നമ്മയൊക്കെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 4 വഴികളും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെല്ലാവുന്നതും ചെയ്യാവുന്നതുമായ കാര്യങ്ങളാണ്. ഒരുപാട് ഇരുന്ന് ഓതാനൊന്നും ഇല്ല, വളരെ എളുപ്പത്തിൽ ഈ 4 കാര്യങ്ങളും നമുക്ക് ചൊല്ലാവുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നതായ വഴിയാണ്. അതോടൊപ്പം മഹാരഥന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന സുന്ദരമായ വഴിയുമാണ്. അള്ളാഹു അതൊക്കെയും പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്കൊക്കെയും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, മുഴുവനായിട്ട് കാണുക, വേണ്ടപ്പെട്ടവരിലേക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മളൊക്കെയും അള്ളാഹു അവൻ്റെ യഥാർത്ഥ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹു നമ്മയൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. ഒരുപാട് പേര് കമന്റ് സെക്ഷനുകളിൽ ദുആ കൊണ്ട് വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. അള്ളാഹു അവരുടെയൊക്കെയും ഹലാലായ ഉദ്ദേശങ്ങൾ സഫലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാ ദുആ വസിയത്തുകളും കമന്റ് സെക്ഷനുകളിൽ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മുടെ മജ്ലിസുകളിലും അതുപോലുള്ള എല്ലാ ദുആ ചെയ്യുന്ന വേദികളിലും നിങ്ങളെ ഓർത്തുകൊണ്ട് ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണേറെന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യമല്ല. കണ്ണേറ് സത്യമാണോ എന്ന് ചോദിക്കുന്നവരോട് കണ്ണേറ് സത്യമാണ്. അൽ ഐനു ഹക്കുൻ, കണ്ണേറ് സത്യമാണ്. കണ്ണുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് ബലാകൾ, മുസീബത്തുകൾ, അപകടങ്ങൾ, അത് വളരെ വലിയ സത്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത് കണ്ണേറ് സത്യമാണ്. അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. കണ്ണേറ് ബാധിച്ചാൽ തിരിച്ചറിയാനുള്ള ഒരുപാട് അടയാളങ്ങളുണ്ട്. മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കണ്ണേറ് ബാധിച്ചാലുള്ള അടയാളങ്ങളിൽ ഒരടയാളമാണ് വല്ലാത്ത ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുക എന്നുള്ളത്. ഏതെങ്കിലും ഒരു കാര്യം കൃത്യതയോടുകൂടി ഇപ്പൊ ചെയ്യാൻ കഴിയുന്നില്ല. മുമ്പൊക്കെ നല്ല ഉത്സാഹത്തിൽ ജോലി ചെയ്തിരുന്നു, സമ്പത്തുകൾ ഉണ്ടായിരുന്നു, അങ്ങനെ അടങ്ങുന്ന മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്തു കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിനോടൊന്നും ഒരു താല്പര്യമില്ല. നല്ല സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ദമ്പതിമാർ ഇപ്പൊ തമ്മിക്കണ്ട കീരിയും പാമ്പിനെ പോലെയായിരിക്കാണ്. അതിൻ്റെ ഒക്കെയും ഒരു കാരണം അത് കണ്ണേറാണ്. ഒരു കാരണം അത് കണ്ണേറാണ്. കണ്ണേറ് സംഭവിക്കാതെയും ഇതൊക്കെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ഒരു കാരണം അത് കണ്ണേറാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ കണ്ണേറ് ബാധിച്ചാൽ തിരിച്ചറിയുന്ന അടയാളങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഉസ്താദ് എന്ന് ചോദിക്കുന്നവരോട് 4 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് വളരെയേറെ ഉപകാരപ്പെടുന്ന 4 കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണം പ്രിയപ്പെട്ടവരെ. ഒരു കണ്ണേറും പിന്നെ തൊടൂല. ജീവിതത്തിൽ പിന്നെ കണ്ണേറ് തൊട്ട് തീണ്ടാനുണ്ടാവില്ല. ഈ കാര്യം ചെയ്തു നോക്കണം, ഉറപ്പാണ്. കണ്ണേറുണ്ടെങ്കിൽ അത് അല്ലാഹു തആല പരിപൂർണമായി മാറ്റിത്തരും. ഒന്നാമതായിട്ട് പറയാൻ ആദരവായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ചു കൊടുത്തതായ സുന്ദരമായ ഒരു ദിക്റുണ്ട്. ഈ ദിക്ർ ദിവസവും പാരായണം ചെയ്താൽ, ഈ ദിക്ർ ദിവസവും ചൊല്ലിയാൽ
കണ്ണേർ തൊടില്ല, ഉള്ള കണ്ണേർ അത് പമ്പ കടക്കും. അത് അല്ലാഹു തആല എടുത്ത് മാറ്റിത്തരും. പഠിച്ചു വെച്ചോളയും പ്രിയപ്പെട്ടവരെ. ബിസ്മില്ലാഹി യുബ്രീക വമിൻ കുല്ലി ദാഇൻ യശ്ഫീക വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് വമിൻ ശർരി കുല്ലി ദീ ഐൻ. ഒന്നുകൂടി ചൊല്ലാം. ബിസ്മില്ലാഹി യുബ്രീക വമിൻ കുല്ലി ദാഇൻ യശ്ഫീക വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് വമിൻ ശർരി കുല്ലി ദീ ഐൻ. ഇത് എന്നും ഇൻഷാ അല്ലാഹ് രാവിലെയും വൈകുന്നേരവും ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. കണ്ണേർ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. എപ്പോഴൊക്കെ ചൊല്ലാൻ പറ്റുമോ അപ്പോഴൊക്കെ ചൊല്ലണം കണ്ണേർ. ഈ ദിക്ർ പ്രിയപ്പെട്ടവരെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ കാര്യം, ഹദീസിലൂടെ വാരിദായി വന്ന സുന്ദരമായ ഒരു ദുആയുണ്ട്. ഈ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാവൽ ചോദിക്കുന്നതാണ്. ഏതാണ് ആ ദുആ? അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഈ ദിക്ർ പതിവാക്കണം. അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. സുന്ദരമായ ദുആയാണ്. ഈ ദുആ ഇങ്ങനെ പതിവാക്കണം പ്രിയപ്പെട്ടവരെ. അത്ഭുതകരമായി ജീവിതത്തിൽ കണ്ണേർ കൊണ്ടുള്ള സകല ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. ഇതിൽ സംശയമില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ. ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത മൂന്നാമത്തെ വഴി ഒരു സൂറത്താണ്. ഈ സൂറത്ത് ദിവസവും പാരായണം ചെയ്താൽ കണ്ണേർ തൊട്ട് തീണ്ടില്ല എന്ന് മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ് സൂറത്ത് എന്നറിയോ? സൂറത്തുൽ ഹുമസ. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് തുടങ്ങുന്ന സുന്ദരമായ സൂറത്തുൽ ഹുമസ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം. കണ്ണേർ ശരീരത്തിലുണ്ട്, ജീവിതത്തിലുണ്ട്. അത് മാറാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ ഗ്ലാസ് വെള്ളത്തിലേക്ക് 7 സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുക. ഓതുമ്പോൾ വുളു ഉണ്ടാവുക. നല്ല ശുദ്ധിയോടെ ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി ഇരുന്ന് ഓതുക. 7 ഫാത്തിഹ ഓതി ഓരോ ഫാത്തിഹയ്ക്ക് ശേഷവും ആ വെള്ളത്തിൽ ഊതുക. എന്നിട്ട് അതിലേക്ക് ഈ പറയുന്ന ദിക്ർ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുന്ന ഈ ദിക്ർ എല്ലാവർക്കും അറിയുന്ന ദിക്റാണ്. ഈ ദിക്ർ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുന്ന ദിക്ർ 7 പ്രാവശ്യം ഊതുക, വെള്ളത്തിൽ ഊതുക. ശേഷം ഈ പറയപ്പെട്ട സൂറത്തുൽ ഹുമസ 3 പ്രാവശ്യം ഓതുക. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് തുടങ്ങുന്ന സൂറത്ത് 3 പ്രാവശ്യം ഓതി ആ വെള്ളത്തിൽ ഊതുക. എന്നിട്ട് അല്പം കുടിക്കുകയും ബാക്കി നമ്മുടെ ശരീരത്തേക്ക് കുടയുക പ്രിയപ്പെട്ടവരെ. ബാക്കി വന്ന വെള്ളം നമ്മുടെ ശരീരത്തിൽ കുടയുക. അതുപോലെ അവയവങ്ങളിലേക്ക് തേച്ച് പിടിപ്പിക്കുക. നല്ലതാണ്. ശരീരത്തിൽ കണ്ണേർ കൊണ്ടുള്ള സകല ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല മാറ്റിത്തരും. ചില സഹോദരിമാർ പറയാറുണ്ട്, സഹോദരങ്ങൾ അറിയിക്കാറുണ്ട്, ഉസ്താദെ എന്ത് രോഗമാണെന്നറിയില്ല ഉസ്താദെ, ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇവിടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ വേദനയുണ്ട്. മഹാരഥന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇത് കണ്ണേറിന്റെ അടയാളമാണ്, ഇത് കണ്ണേറിന്റെ ഷർറ് സംഭവിച്ചതാണ്. അപ്പൊ അതൊക്കെയും പ്രിയപ്പെട്ടവരെ ഈ 4 വഴികളിലൂടെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധ്യമാകും. അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഖൈറായ രൂപത്തിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അതിലൂടെ നമ്മുടെ ജീവിതത്തിലുള്ള കണ്ണേറിനെ അള്ളാഹു തട്ടിമാറ്റി തന്ന് ഇല്ലാതാക്കി തന്ന് നമ്മയൊക്കെയും സംരക്ഷിക്കുമാറാകട്ടെ. എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മുടെ വീഡിയോ കാണുന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഇരിക്കുന്ന 10 മിനിറ്റ് നഷ്ടമാകില്ല. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഖൈറിലും റാഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലുമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന ദുആ വസിയത്തോടു കൂടി നിർത്തട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.